ശാന്തി 13-12-25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ഇത് നിങ്ങളുടെ ഈശ്വരീയ മിഷനാണ്. നിങ്ങൾ എല്ലാവരെയും ഈശ്വരൻ്റേതാക്കി മാറ്റി അവർക്ക് പരിധിയില്ലാത്ത സമ്പത്ത് നേടിക്കൊടുക്കുന്നു. ചോദ്യം: കർമ്മേന്ദ്രിയങ്ങളുടെ ചഞ്ചലത എപ്പോൾ സമാപ്തമാകും? ഉത്തരം: എപ്പോഴാണോ നിങ്ങളുടെ സ്ഥിതി സിൽവർ ഏജ് വരെ എത്തിച്ചേരുന്നത്, അതായത് എപ്പോഴാണോ ആത്മാവ് ത്രേതയിലെ സദോ സ്റ്റേജ് വരെ എത്തിച്ചേരുന്നത്, അപ്പോൾ കർമ്മേന്ദ്രിയങ്ങളുടെ ചഞ്ചലത സമാപ്തമാകും. ഇപ്പോൾ നിങ്ങളുടെ റിട്ടേൺ ജേണിയാണ്, അതായത് മടക്ക യാത്രയാണ്. അതിനാൽ കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രണത്തിൽ വയ്ക്കണം. ആത്മാവ് പതീതമാകും വിധത്തിലുള്ള യാതൊരു കർമ്മവും ഒളിപ്പിച്ച് ചെയ്യരുത്. അവിനാശി സർജൻ നിങ്ങൾക്ക് ഏതൊരു പഥ്യം പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു, അതനുസരിച്ച് നടന്നുകൊണ്ടിരിക്കൂ. ഗീതം: മുഖം നോക്കൂ പ്രാണി. ഓം ശാന്തി. ആത്മീയ കുട്ടികൾക്ക് ആത്മീയ അച്ഛൻ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. കുട്ടികളായ നിങ്ങൾക്ക് മാത്രമല്ല, ആരെല്ലാമാണോ ആത്മീയ കുട്ടികൾ, പ്രജാപിത ബ്രഹ്മാവിൻ്റെ മുഖവംശാവലികൾ, അവർ അറിയുന്നുണ്ട്. നമ്മൾ ബ്രാഹ്മണരെ തന്നെയാണ് ബാബ മനസ്സിലാക്കിച്ചു തരുന്നത്. ആദ്യം നിങ്ങൾ ശൂദ്രരായിരുന്നു, പിന്നെ വന്ന് ബ്രാഹ്മണർ ആയിരിക്കുന്നു. ബാബ വർണ്ണങ്ങളുടെയും കണക്ക് മനസ്സിലാക്കിച്ചു തന്നു. ലോകത്തിൽ വർണ്ണങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുന്നില്ല, കേവലം മഹിമയാണുള്ളത്. ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണ വർണ്ണത്തിലേതാണ്, പിന്നെ ദേവതാ വർണ്ണത്തിലേതാകും. ചിന്തിക്കൂ, ഈ കാര്യം ശരിയാണോ? ജഡ്ജ് യോർ സെൽഫ്, സ്വയം നിർണയിക്കൂ. എൻ്റെ കാര്യം കേൾക്കൂ, താരതമ്യം ചെയ്യൂ. ശാസ്ത്രങ്ങളിൽ എന്താണോ ജന്മജന്മാന്തരങ്ങളായി കേട്ടത്, എന്താണോ ജ്ഞാനസാഗരനായ ബാബ മനസ്സിലാക്കിച്ചു തരുന്നത്, അതിൽ ശരി എന്താണ് എന്ന് താരതമ്യം ചെയ്യൂ. ബ്രാഹ്മണധർമ്മം അഥവാ കുലം തീർത്തും മറന്നുപോയിരിക്കുന്നു. നിങ്ങളുടെ അടുക്കൽ വിരാട് രൂപത്തിൻ്റെ ചിത്രം ശരിയായി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിക്കുന്നു. ബാക്കി ഇത്രയും കൈകളുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്, ദേവിമാർക്ക് ആയുധവും മറ്റും നൽകിയിരിക്കുന്നത്, ഇതെല്ലാം തെറ്റാണ്. ഇവ ഭക്തിമാർഗത്തിലെ ചിത്രങ്ങളാണ്. ഈ കണ്ണുകളിലൂടെ എല്ലാം കാണുന്നുണ്ട്, പക്ഷേ മനസ്സിലാക്കുന്നില്ല. ആരുടെയും ഓക്കുപേഷനെ കുറിച്ച് അറിയില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് തൻ്റെ ആത്മാവിനെ കുറിച്ച് മനസ്സിലായി. 84 ജന്മങ്ങളെക്കുറിച്ചും മനസ്സിലായി. ബാബ എങ്ങനെയാണോ കുട്ടികളായ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നത്, നിങ്ങൾ പിന്നെ മറ്റുള്ളവർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കണം. ശിവ് ബാബയാണെങ്കിൽ എല്ലാവരുടെയും അടുക്കലേക്ക് പോവുകയില്ല. തീർച്ചയായും ബാബയുടെ സഹായികൾ ആവശ്യമാണല്ലോ. അതിനാൽ നിങ്ങളുടേത് ഈശ്വരീയ മിഷനാണ്. നിങ്ങൾ എല്ലാവരെയും ഈശ്വരൻ്റേതാക്കി മാറ്റുന്നു, മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. ആ ഒന്ന് ആത്മാക്കളായ നമ്മുടെ പരിധിയില്ലാത്ത അച്ഛനാണ്. ആ ഒന്നിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കും. ഇതുപോലെ ലൗകിക പിതാവിനെ ഓർമ്മിക്കാറുണ്ട്. അതിനേക്കാളും കൂടുതൽ പാരലൗകിക പിതാവിനെ ഓർമ്മിക്കേണ്ടി വരും. ലൗകിക അച്ഛനാണെങ്കിൽ അല്പകാലത്തേക്കുള്ള സുഖം നൽകുന്നു. പരിധിയില്ലാത്ത പിതാവ് പരിധിയില്ലാത്ത സുഖം നൽകുന്നു. ആത്മാക്കൾക്ക് ഇപ്പോൾ ഈ ജ്ഞാനം ലഭിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, 3 പിതാവുണ്ട്: ലൗകികം, പാരലൗകികം, അലൗകികം. പരിധിയില്ലാത്ത പിതാവ് അലൗകിക പിതാവിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ഈ ബാബയെ ആരും അറിയുന്നില്ല.
ബ്രഹ്മാവിൻ്റെ ബയോഗ്രഫി ആർക്കും അറിയില്ല. ആ ഒന്നിൻ്റെ ഓക്കുപേഷനും അറിയേണ്ടതാണല്ലോ. ശിവന്റെയും ശ്രീകൃഷ്ണന്റെയും മഹിമ പാടുന്നു. ബാക്കി ബ്രഹ്മാവിൻ്റെ മഹിമ എവിടെ? നിരാകാരനായ ബാബയ്ക്ക് തീർച്ചയായും അമൃത് നൽകുവാനായി മുഖം ആവശ്യമാണല്ലോ. ഭക്തി മാർഗത്തിൽ ബാബയെ ഒരിക്കലും യഥാർത്ഥമായ രീതിയിൽ ഓർമ്മിക്കുവാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ശിവ് ബാബയുടെ രഥം ഇതാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. രഥത്തെയും അലങ്കരിക്കുന്നുവല്ലോ, മുഹമ്മദിൻ്റെ കുതിരയെ അലങ്കരിക്കുന്നത് പോലെ. കുട്ടികളായ നിങ്ങൾ എത്ര നല്ല രീതിയിൽ മനുഷ്യർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. നിങ്ങൾ എല്ലാവരുടെയും മഹിമ ചെയ്യുന്നു. പറയുന്നു, നിങ്ങൾ ഈ ദേവതയായിരുന്നു, പിന്നെ 84 ജന്മങ്ങളെടുത്ത് തമോ പ്രധാനമായിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും സദോ പ്രധാനമാകണം. അപ്പോൾ അതിനു വേണ്ടി യോഗം ആവശ്യമാണ്. എന്നാൽ വളരെ പ്രയാസമായി ചിലർ മനസ്സിലാക്കുന്നു. മനസ്സിലാക്കിയെങ്കിൽ സന്തോഷത്തിൻ്റെ രസം കയറിയേനെ. മനസ്സിലാക്കിച്ചു കൊടുക്കുന്നവർക്കാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ രസം കയറിയേനെ. പരിധിയില്ലാത്ത ബാബയുടെ പരിചയം നൽകുന്നത് കുറഞ്ഞ കാര്യമാണോ? മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇതെങ്ങനെ സാധ്യമാകും എന്ന് പറയുന്നു. പരിധിയില്ലാത്ത ബാബയുടെ ജീവിത കഥ കേൾപ്പിക്കുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, കുട്ടികളെ പാവനമാകൂ. ഹേ പതീത പാവന വരൂ എന്ന് നിങ്ങൾ വിളിക്കുകയായിരുന്നല്ലോ. ഗീതയിലും മന്മനാഭവ എന്ന വാക്കുണ്ട്. എന്നാൽ അതിൻ്റെ അറിവ് ആരുടെയും അടുക്കലില്ല. ബാബ ആത്മാവിൻ്റെ ജ്ഞാനവും എത്ര ക്ലിയറായി മനസ്സിലാക്കിച്ചു തരുന്നു. ഒരു ശാസ്ത്രങ്ങളിലും ഈ കാര്യങ്ങളില്ല. ആത്മാവ് ബിന്ദുവാണ്, ഭൃഗുടിയുടെ മധ്യത്ത് സ്റ്റാർ ആണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ രീതിയിൽ ആരുടെയും ബുദ്ധിയിലില്ല. അതും അറിയേണ്ടി വരും. കലിയുഗത്തിലുള്ളത് അൺറൈറ്റിയസ് തന്നെയാണ്. സത്യയുഗത്തിലുള്ളത് എല്ലാം റൈറ്റിയസ് ആണ്. ഭക്തി മാർഗത്തിൽ മനുഷ്യർ മനസ്സിലാക്കുന്നു, ഇതെല്ലാം ഈശ്വരനുമായി കണ്ടുമുട്ടാനുള്ള വഴിയാണ്. അതിനാൽ നിങ്ങൾ ആദ്യം ഫോം പൂരിപ്പിക്കുന്നു. ഇവിടെ എന്തിനാണ് വന്നിരിക്കുന്നത്? ഇതിലൂടെയും നിങ്ങൾക്ക് പരിധിയില്ലാത്ത ബാബയുടെ പരിചയം നൽകണം. ആത്മാവിൻ്റെ പിതാവ് ആരാണ് എന്ന് ചോദിക്കുന്നു. സർവവ്യാപി എന്ന് പറയുന്നതിലൂടെ അർത്ഥമൊന്നും തന്നെ വരുന്നില്ല. എല്ലാവരുടെയും പിതാവ് ആരാണ്? ഇതാണ് മുഖ്യമായ കാര്യം. അവരവരുടെ വീട്ടിലും നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. 1-2 മുഖ്യമായ ചിത്രങ്ങൾ: ഏണിപ്പടി, ത്രിമൂർത്തി, വൃക്ഷം. ഇത് വളരെ ആവശ്യമാണ്. വൃക്ഷത്തിലൂടെ എല്ലാ ധർമ്മത്തിലുള്ളവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ ധർമ്മം എപ്പോഴാണ് ആരംഭിച്ചത്? നമുക്ക് ഈ കണക്കനുസരിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുമോ? അവർ വരുന്നത് തന്നെ പിന്നീടാണ്. അപ്പോൾ അവർക്ക് സ്വർഗത്തിലേക്ക് പോകുവാൻ സാധിക്കില്ല. ബാക്കി ശാന്തിധാമത്തിലേക്ക് പോകുവാൻ സാധിക്കും. വൃക്ഷത്തിലൂടെ വളരെ ക്ലിയർ ആകുന്നു. ഏതെല്ലാം ധർമ്മങ്ങളാണോ പിന്നീട് വന്നത്, അതിലെ ആത്മാക്കൾ തീർച്ചയായും മുകളിൽ പോയി വിരാജിക്കുന്നുണ്ടാകും. നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ ഫൗണ്ടേഷനും ഇടുകയാണ്. ബാബ പറയുന്നു, ആദി സനാതന ദേവി ദേവതാ ധർമ്മത്തിൻ്റെ സാപ്ലിംഗ് നട്ടു. പിന്നെ വൃക്ഷത്തിൻ്റെ ഇലകളെയും നിങ്ങൾക്ക് തയ്യാറാക്കണം. ഇലകളില്ലാതെ വൃക്ഷമുണ്ടായിരിക്കുകയില്ല. അതിനാൽ ബാബ പുരുഷാർത്ഥം ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു, തനിക്ക് സമാനം ആക്കുന്നതിനു വേണ്ടി. മറ്റ് ധർമ്മങ്ങളിലുള്ളവർക്ക് ഇലകളെ തയ്യാറാക്കേണ്ടി വരില്ല. അവർ മുകളിൽ നിന്നാണ് വരുന്നത്, ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നു. പിന്നെ ഇലകൾ പിന്നാലെ മുകളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പിന്നെ വൃക്ഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഈ എക്സിബിഷനും മറ്റും നടത്തുന്നു. ഇതിലൂടെ ഇലകൾ പിടിക്കുന്നു, വീണ്ടും കൊടുങ്കാറ്റ് വരുമ്പോൾ വീഴുന്നു, വാടിപ്പോകുന്നു.
ഈ ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ യുദ്ധത്തിന്റെയോ മറ്റോ ഒരു കാര്യവുമില്ല. കേവലം ബാബയെ ഓർമ്മിപ്പിക്കണം. നിങ്ങൾ സർവരോടും പറയുന്നു, ഏതെല്ലാം രചനയുണ്ടോ അതിനെ ഉപേക്ഷിക്കൂ. രചനയിൽ നിന്നും ഒരിക്കലും സമ്പത്ത് ലഭിക്കുക സാധ്യമല്ല. രചയിതാവായ ബാബയെ തന്നെ ഓർമ്മിക്കേണ്ടതുണ്ട്. മറ്റാരുടെയും ഓർമ്മ വരരുത്. ബാബയുടേതായി ജ്ഞാനത്തിൽ വന്ന ശേഷം അഥവാ അങ്ങനെയുള്ള കാര്യം ചെയ്യുകയാണ് എങ്കിൽ അതിൻ്റെ ഭാരം ശിരസിൽ വളരെയധികം കയറുന്നു. ബാബ പാവനമാക്കുവാനാണ് വരുന്നത്. പിന്നെ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുകയാണ് എങ്കിൽ കൂടുതൽ പതീതമായി പോകും. അതിനാൽ ബാബ പറയുന്നു, നഷ്ടമുണ്ടാകും വിധത്തിലുള്ള ഒരു കാര്യവും ചെയ്യാതിരിക്കൂ. ബാബയുടെ അപകീർത്തി ഉണ്ടാകുന്നുവല്ലോ. വികർമ്മം അധികമാകും വിധത്തിലുള്ള കർമ്മം ചെയ്യരുത്. പഥ്യവും വയ്ക്കണം. ഔഷധത്തിലും പഥ്യം വയ്ക്കാറുണ്ട്. പുളിപ്പും മറ്റും കഴിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറയുകയാണെങ്കിൽ അംഗീകരിക്കേണ്ടതാണ്. കർമ്മേന്ദ്രിയങ്ങളെ വശത്താക്കേണ്ടി വരുന്നു. അഥവാ ഒളിപ്പിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ പിന്നെ ഔഷധത്തിൻ്റെ പ്രഭാവം ഉണ്ടാവുകയില്ല. ഇതിനെ പറയുന്നത് ആസക്തി എന്നാണ്. ബാബയും ശിക്ഷണം നൽകുന്നു, ഇത് ചെയ്യരുത് എന്ന്. സർജനാണല്ലോ, എഴുതുന്നു, ബാബ മനസ്സിൽ സങ്കല്പങ്ങൾ വളരെയധികം വരുന്നു. ജാഗ്രതയോടെ ഇരിക്കണം. മോശമായ സ്വപ്നങ്ങളും മനസ്സിൽ സങ്കല്പങ്ങളും മറ്റും വളരെയധികം വരും. ഇവയെ ഭയപ്പെടരുത്. സത്യയുഗത്തിലും ത്രേതായിലും ഈ കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല. നിങ്ങൾ എത്രത്തോളം മുന്നോട്ടും സമീപവും ആയിക്കൊണ്ടിരിക്കുമോ, സിൽവർ ഏജ് വരെയും എത്തിച്ചേരുമോ, അപ്പോൾ കർമ്മേന്ദ്രിയങ്ങളുടെ ചഞ്ചലത അവസാനിക്കും. കർമ്മേന്ദ്രിയങ്ങൾ നിയന്ത്രണത്തിലാകും. സത്യയുഗത്തിലും ത്രേതായിലും നിയന്ത്രണത്തിലായിരുന്നുവല്ലോ. എപ്പോഴാണോ ആ ത്രേതയുടെ അവസ്ഥ വരെയും വന്നു ചേരുന്നത്, അപ്പോൾ നിയന്ത്രണത്തിലാകും. പിന്നെ സത്യയുഗത്തിന്റെ അവസ്ഥയിലേക്ക് വരുമ്പോൾ സദോ പ്രധാനമായി മാറും. പിന്നെ സർവ കർമ്മേന്ദ്രിയങ്ങളും പൂർണ്ണമായും നിയന്ത്രണത്തിലായിക്കൊള്ളും. കർമ്മേന്ദ്രിയങ്ങൾ നിയന്ത്രണത്തിലായിരുന്നുവല്ലോ, പുതിയ കാര്യമൊന്നുമല്ല. ഇന്ന് കർമ്മേന്ദ്രിയങ്ങളുടെ വശത്താണ്. നാളെ പിന്നെ പുരുഷാർത്ഥം ചെയ്ത് കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രണത്തിലാക്കുന്നു. അവരാണെങ്കിൽ 84 ജന്മങ്ങളിൽ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇപ്പോൾ റിട്ടേൺ ജേണിയാണ്. സർവർക്കും സദോ പ്രധാന അവസ്ഥയിലേക്ക് പോകേണ്ടതുണ്ട്. തൻ്റെ ചാർട്ട് നോക്കണം. നമ്മൾ എത്ര പാപവും എത്ര പുണ്യവും ചെയ്തു. ബാബയെ ഓർമ്മിച്ച് അയൺ ഏജിൽ നിന്നും സിൽവർ ഏജ് വരെ എത്തിച്ചേരുമ്പോൾ കർമ്മേന്ദ്രിയങ്ങൾ വശത്താകും. പിന്നെ ഇപ്പോൾ ഒരു കൊടുങ്കാറ്റും വരുന്നില്ല എന്ന് നിങ്ങൾക്ക് അനുഭവമുണ്ടാകും. ആ അവസ്ഥയും വന്നു ചേരും. പിന്നെ ഗോൾഡൻ ഏജിലേക്ക് പോകും. പ്രയത്നിച്ച് പാവനമാകുന്നതിലൂടെ സന്തോഷത്തിന്റെ രസവും കയറും. ആരെല്ലാം വരുന്നുവോ അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കണം എങ്ങനെയാണ് നിങ്ങൾ 84 ജന്മങ്ങൾ എടുത്തത്. ആരാണോ 84 ജന്മങ്ങൾ എടുത്തിട്ടുള്ളത് അവർ തന്നെ മനസ്സിലാക്കും. പറയും, ഇപ്പോൾ ബാബയെ ഓർമ്മിച്ച് അധികാരിയാകേണ്ടതുണ്ട്. 84 ജന്മവും മനസ്സിലാക്കുന്നില്ല എങ്കിൽ ഒരുപക്ഷെ രാജധാനിയുടെ അധികാരി ആയിട്ടുണ്ടാകില്ല. നമ്മളാണെങ്കിൽ ധൈര്യം വരുത്തുന്നു, നല്ല കാര്യം കേൾപ്പിക്കുന്നു. നിങ്ങൾ താഴെ വീഴുന്നു. ആര് 84 ജന്മങ്ങൾ എടുത്തിട്ടുണ്ടാകുമോ അവർക്ക് ഉടൻ സ്മൃതി വരും. ബാബ പറയുന്നു, നിങ്ങൾ ശാന്തിധാമത്തിൽ പവിത്രമായിരുന്നല്ലോ. ഇപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും പോകുവാനുള്ള വഴി പറഞ്ഞു തരുന്നു. മറ്റാർക്കും തന്നെ വഴി പറഞ്ഞു തരുവാൻ സാധിക്കില്ല. ശാന്തിധാമത്തിലും പാവന ആത്മാക്കൾക്ക് മാത്രമേ പോകുവാൻ സാധിക്കൂ.
എത്രത്തോളം കറ മാറിക്കൊണ്ടിരിക്കുമോ അത്രയും ഉയർന്ന പദവി ലഭിക്കും. ആര് എത്ര പുരുഷാർത്ഥം ചെയ്യുമോ ഓരോരുത്തരുടെയും പുരുഷാർത്ഥത്തെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ബാബയും വളരെ നല്ല രീതിയിൽ സഹായിക്കുന്നു. ഇത് പഴയ കുട്ടിയെ പോലെയാണ്. ഓരോരുത്തരുടെയും നാഡി മനസ്സിലാക്കുന്നുണ്ടല്ലോ. ആര് ബുദ്ധിശാലിയായിരിക്കുമോ അവർ ഉടൻ മനസ്സിലാക്കും. പരിധിയില്ലാത്ത ബാബയാണ്. ആ ഒന്നിൽ നിന്നും തീർച്ചയായും സ്വർഗത്തിന്റെ സമ്പത്ത് ലഭിക്കണം. ലഭിച്ചിരുന്നു, ഇപ്പോൾ ഇല്ല, വീണ്ടും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എയിം ഓബ്ജക്റ്റ് മുന്നിൽ നിൽക്കുകയാണ്. ബാബ എപ്പോഴാണോ സ്വർഗത്തിന്റെ സ്ഥാപന ചെയ്തിരുന്നത് അപ്പോൾ നിങ്ങൾ സ്വർഗത്തിന്റെ അധികാരിയായിരുന്നു. പിന്നെ 84 ജന്മങ്ങളെടുത്ത് താഴെ ഇറങ്ങി വന്നു. ഇപ്പോൾ ഇത് നിങ്ങളുടെ അന്തിമ ജന്മമാണ്. ഹിസ്റ്ററി തീർച്ചയായും റിപ്പീറ്റ് ആകുമല്ലോ. നിങ്ങൾ മുഴുവൻ 84ന്റെ കണക്ക് പറഞ്ഞു കൊടുക്കുന്നു. എത്ര മനസ്സിലാക്കുമോ അത്രയും ഇലകളായിക്കൊണ്ടിരിക്കും. നിങ്ങളും വളരെ പേരെ തനിക്ക് സമാനം ആക്കുന്നുവല്ലോ. നിങ്ങൾ പറയും, നമ്മൾ വന്നിരിക്കുകയാണ് മുഴുവൻ വിശ്വത്തെയും മായയുടെ ചങ്ങലയിൽ നിന്നും മോചിപ്പിക്കുവാൻ. ബാബ പറയുന്നു, ഞാൻ സർവരെയും രാവണനിൽ നിന്നും മോചിപ്പിക്കാൻ വരുന്നു. കുട്ടികളായ നിങ്ങളും മനസ്സിലാക്കുന്നുണ്ട്, ബാബ ജ്ഞാനത്തിന്റെ സാഗരമാണ്. നിങ്ങളും ജ്ഞാനം പ്രാപ്തമാക്കി മാസ്റ്റർ ജ്ഞാനസാഗരമാകുന്നുവല്ലോ. ജ്ഞാനം വേറെയാണ്, ഭക്തി വേറെയാണ്. നിങ്ങൾക്കറിയാം, ഭാരതത്തിന്റെ പ്രാചീന രാജയോഗം ബാബ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യനും പഠിപ്പിക്കുവാൻ സാധിക്കില്ല. എന്നാൽ ഈ കാര്യം എല്ലാവർക്കും എങ്ങനെ പറഞ്ഞു കൊടുക്കും? ഇവിടെയാണെങ്കിൽ അസുരന്മാരുടെ വിഘ്നവും വളരെയധികം ഉണ്ടാകുന്നു. മുൻപ് മനസ്സിലാക്കിയിരുന്നത് ഒരുപക്ഷെ ആരെങ്കിലും മാലിന്യങ്ങൾ ഇടുന്നു എന്നായിരുന്നു. ഇപ്പോൾ മനസ്സിലാക്കുന്നു ഈ വിഘ്നം എങ്ങനെ ഇടുന്നു എന്ന്. നത്തിങ് ന്യൂ, ഒന്നും പുതിയതല്ല. കഴിഞ്ഞ കൽപ്പത്തിലും ഇത് സംഭവിച്ചിരുന്നു. നിങ്ങളുടെ ബുദ്ധിയിൽ ഈ മുഴുവൻ ചക്രവും തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ബാബ നമുക്ക് സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ രഹസ്യം മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ബാബ നമുക്ക് ലൈറ്റ് ഹൗസിന്റെയും ടൈറ്റിൽ നൽകുന്നു. ഒരു കണ്ണിൽ മുക്തിധാമം, മറുകണ്ണിൽ ജീവൻ മുക്തിധാമം. നിങ്ങൾക്ക് ശാന്തിധാമത്തിലേക്ക് പോയി പിന്നെ സുഖധാമത്തിലേക്ക് വരണം. ഇത് ദുഃഖധാമം തന്നെയാണ്. ബാബ പറയുന്നു, ഈ കണ്ണുകളിലൂടെ എന്തെല്ലാം കാണുന്നുവോ അവയെ മറന്നേക്കൂ. തൻ്റെ ശാന്തിധാമത്തെ ഓർമ്മിക്കൂ. ആത്മാവിന് തൻ്റെ പിതാവിനെ ഓർമ്മിക്കേണ്ടതുണ്ട്. ഇതിനെ തന്നെയാണ് അവ്യഭിചാരി യോഗം എന്ന് പറയുന്നത്. ജ്ഞാനവും ഒന്നിൽ നിന്ന് തന്നെ കേൾക്കണം. അതാണ് അവ്യഭിചാരി ജ്ഞാനം. ഓർമ്മിക്കുന്നതും ഒന്നിനെ തന്നെയാണ്. എന്റേത് ഒന്ന്, രണ്ടാമതായി ആരുമില്ല. ഏതുവരെ സ്വയം ആത്മാവാണ് എന്ന നിശ്ചയം ഉണ്ടാകുന്നില്ല അതുവരെ ഒന്നിന്റെ ഓർമ്മ വരില്ല. ആത്മാവ് പറയുന്നു, ഞാൻ ഒരു ബാബയുടേത് തന്നെയാകും. എനിക്ക് ബാബയുടെ അടുക്കൽ പോകേണ്ടതുണ്ട്. ഈ ശരീരമാണെങ്കിൽ പഴയതും ജീർണിച്ചതുമാണ്. ഇതിനോടും മമത്വം വയ്ക്കാതിരിക്കൂ. ഇത് ജ്ഞാനത്തിന്റെ കാര്യമാണ്. ശരീരത്തെ സൂക്ഷിക്കണ്ട എന്നല്ല. ഉള്ളിൽ മനസ്സിലാക്കണം, ഇത് പഴയ തോലാണ്. ഇതിനെ ഇപ്പോൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്. നിങ്ങളുടേത് പരിധിയില്ലാത്ത സന്യാസമാണ്. അവരാണെങ്കിൽ കാട്ടിലേക്ക് പോകുന്നു. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഓർമ്മയിലിരിക്കണം. ഓർമ്മയിൽ ഇരുന്നിരുന്ന് നിങ്ങൾക്കും ശരീരം ഉപേക്ഷിക്കുവാൻ സാധിക്കും. എവിടെയും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ബാബയെ ഓർമ്മിക്കൂ. ഓർമ്മയിൽ ഇരിക്കുകയും സ്വദർശന ചക്രധാരി ആവുകയും ആണെങ്കിൽ എവിടെ ഇരിക്കുമ്പോഴും നിങ്ങൾക്ക് ഉയർന്ന പദവി നേടുവാൻ സാധിക്കും. എത്ര ഇൻഡിവിജ്വലായി പ്രയത്നിക്കുമോ അത്രയും പദവി നേടും. വീട്ടിലിരിക്കുമ്പോഴും ഓർമ്മയുടെ യാത്രയിലിരിക്കണം. ഇപ്പോൾ ഫൈനൽ റിസൾട്ടിന് അല്പം സമയമാണ് ബാക്കിയുള്ളത്. പിന്നെ
പുതിയ ലോകവും തയ്യാറാകണമല്ലോ. ഇപ്പോൾ കർമാതീത അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ സൂക്ഷ്മവതനത്തിൽ ഇരിക്കേണ്ടി വരും. സൂക്ഷ്മവതനത്തിൽ ഇരുന്നാലും വീണ്ടും ജന്മമെടുക്കേണ്ടി വരും. മുന്നോട്ടു പോകവേ നിങ്ങൾക്ക് എല്ലാ സാക്ഷാത്കാരവും ഉണ്ടാകും. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒരു ബാബയിൽ നിന്ന് മാത്രം കേൾക്കണം. ഒന്നിൻ്റെ തന്നെ അവ്യഭിചാരി ഓർമ്മയിലിരിക്കണം. ഈ ശരീരത്തെ പരിപാലിക്കണം. എന്നാൽ മമത്വം വയ്ക്കരുത്. ബാബ ഏതൊരു പഥ്യം പറഞ്ഞു തന്നുവോ അത് പൂർണ്ണമായും പാലിക്കണം. ബാബയുടെ അപകീർത്തി ഉണ്ടാകുകയോ പാപത്തിൻ്റെ കണക്കുണ്ടാവുകയോ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കർമ്മവും ചെയ്യരുത്. സ്വയം തന്നെ നഷ്ടത്തിലാക്കരുത്. വരദാനം: 3 സേവനങ്ങളുടെ ബാലൻസിലൂടെ സർവഗുണങ്ങളുടെയും അനുഭൂതി ചെയ്യുന്ന ഗുണമൂർത്തിയായി ഭവിക്കട്ടെ. ഏത് കുട്ടികൾ സങ്കല്പത്തിലൂടെയും വാക്കിലൂടെയും ഓരോ കർമ്മത്തിലൂടെയും സേവനത്തിൽ തൽപരരായിരിക്കുന്നുവോ അവർ തന്നെയാണ് സഫലതാമൂർത്തി ആകുന്നത്. 3ലും മാർക്സ് സമ്മാനമാണ്. മുഴുവൻ ദിവസത്തിലും 3 സേവനങ്ങളുടെയും ബാലൻസ് ഉണ്ടെങ്കിൽ പാസ് വിത്ത് ഓണറും ഗുണമൂർത്തിയുമായി മാറുന്നു. അവരിലൂടെ സർവ ദിവ്യ ഗുണങ്ങളുടെയും അലങ്കാരം സ്പഷ്ടമായി കാണപ്പെടുന്നു. അന്യോന്യം ബാബയുടെ ഗുണങ്ങളുടെ അഥവാ സ്വയം തൻ്റെ ധാരണയുടെ ഗുണങ്ങളുടെ സഹയോഗം നൽകുക തന്നെയാണ് ഗുണമൂർത്തിയാവുക എന്നത്. കാരണം ഗുണദാനം ഏറ്റവും വലിയ ദാനമാണ്. സ്ലോഗൻ: നിശ്ചയമാകുന്ന ഫൗണ്ടേഷൻ ഉറച്ചതാണെങ്കിൽ ശ്രേഷ്ഠ ജീവിതത്തിൻ്റെ അനുഭവം സ്വതവേ ഉണ്ടാകുന്നു. അവ്യക്ത സൂചന: ഇപ്പോൾ സമ്പന്നവും കർമാതീതവും ആകുന്നതിൻ്റെ ഈണം മുഴക്കൂ. പൂർവ കർമ്മങ്ങളുടെ കണക്കുകളുടെ ഫലസ്വരൂപമായി ശരീരത്തിന് രോഗം ഉണ്ടായാലും മനസ്സിൻ്റെ സംസ്കാരം അന്യ ആത്മാക്കളുടെ സംസ്കാരങ്ങളുമായി ഉരസിയാലും കർമാതീതമായി കർമ്മഭോഗത്തിന് വശംവദരാകാത്തവരായി അധികാരിയായി കണക്കുകൾ സമാപ്തമാക്കണം. കർമ്മയോഗിയായി കർമ്മഭോഗ് സമാപ്തമാക്കണം. ഇതാണ് കർമാതീത സ്ഥിതിയുടെ അടയാളം. പ്രാക്ടീസ് ചെയ്യൂ. ഈ നിമിഷം കർമ്മയോഗി, ഇതേ നിമിഷം കർമാതീത സ്റ്റേജ്. ഓം ശാന്തി. അനേകം സങ്കല്പങ്ങളുടെ സർവവിസ്താരങ്ങൾക്കും ബിന്ദുവിട്ട് ഞാൻ ബിന്ദുരൂപമായി മാറുന്നു. ബിന്ദുരൂപത്തിൽ ഏകാഗ്രതയോടെ സ്ഥിതി ചെയ്യുന്നു. ഒരു സെക്കൻഡിൽ പരമധാമത്തിൽ ബിന്ദുരൂപനായ ബാബയുടെ സമീപം ഞാൻ സ്ഥിതി ചെയ്യുന്നു. സർവഗുണങ്ങളുടെയും ശക്തികളുടെയും
സാഗരമായ ബിന്ദു രൂപമായ ബാബയുടെ ഓർമ്മയിൽ ഞാൻ ലയിച്ചു ചേരുന്നു. ബിന്ദുരൂപനായ ബാബയിൽ നിന്നും സർവശക്തികളുടെയും ബലം എനിക്ക് ലഭിക്കുന്നു. സർവ ഗുണങ്ങളുടെയും ഖജനാവുകൾ എന്നിൽ നിറയുന്നു. ഈ സർവശക്തികളും ഗുണങ്ങളും സാരരൂപത്തിൽ ഉൾക്കൊള്ളപ്പെട്ട അവസ്ഥയിൽ ഞാൻ മാസ്റ്റർ ബീജരൂപമായി മാറുന്നു. ഈ സമ്പൂർണവും സൂക്ഷ്മവും ശക്തിശാലിയുമായ സ്ഥിതി എന്നിലെ സൂക്ഷ്മ വികർമ്മങ്ങളെ പോലും ഭസ്മമാക്കുന്നു. എന്നെ വിഘ്ന വിനാശകനാക്കി മാറ്റുന്നു. എന്നിൽ ഇച്ഛാ മാത്രം അവിദ്യ സ്ഥിതി ഉണ്ടാകുന്നു. ഈ ശക്തിശാലി മാസ്റ്റർ ബീജരൂപ സ്ഥിതിയിലിരുന്ന് ആത്മാക്കൾക്ക് ഞാൻ ഈശ്വരീയ ശക്തികൾ എൻ്റെ വരദാനി സ്വരൂപത്തിലൂടെ ദാനം ചെയ്യുന്നു.